ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഗൈസ്. എല്ലാവരും ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യുക. വേറൊന്നുമല്ല, നമ്മുടെ ചാനലിനെ ടാർഗറ്റ് ചെയ്ത് കുറെ PR പരിപാടികൾ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഊഹം മാത്രമാണ്. ബിഗ് ബോസ് തുടങ്ങും മുൻപ് തന്നെ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ എന്റെ സെക്കൻഡറി ചാനലിലാണ് ഇടുന്നതെന്ന്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഞാൻ എന്റെ മെയിൻ ചാനലിലാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡറി ചാനൽ ഇടാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇട്ട സമയത്ത് നമുക്ക് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ ത്രൂ ഏതാണ്ട് ഒരു 1,53,000 വ്യൂവർഷിപ്പ് ആണ് കിട്ടിയത്. യൂട്യൂബ് ഹോം ത്രൂവും അതുപോലെ തന്നെ അപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ത്രൂവും 83,000 70,000 ഇങ്ങനെയാണ് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ പോകുന്നത്. ആദ്യത്തെ വീഡിയോയിൽ കിട്ടിയ ഇതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വീഡിയോയ്ക്കും അത്യാവശ്യം ഒരു വ്യൂവർഷിപ്പ് ഉണ്ടായി. മൂന്നാമത്തെ വീഡിയോ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കളി അങ്ങ് മാറി. യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലോട്ടായി. നേരത്തെ പച്ച കത്തി മേപ്പോട്ട് കിടന്നതെല്ലാം താപ്പോട്ടായി. യൂട്യൂബ് റെക്കമെൻഡേഷൻ 16,000 കുറഞ്ഞു. അതുപോലെ തന്നെ യൂട്യൂബ് ഹോം എന്നുള്ളത് 16,000 താഴെ വന്ന അപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയേ 10 വന്നു. പിടികിട്ടിയോ? സാധാരണഗതിയിൽ ഒരു 6,000-ന്റെയും 27,000-ന്റെയും ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. 27,000-ന്റെ ഇടയ്ക്ക് വരുന്ന സാധനം വെറും 10 വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ വർക്ക് ആവുന്നില്ല. പിടികിട്ടിയോ? ഇത് ഒന്നെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വരാം, അല്ലെങ്കിൽ വേറെ കുറെ അവന്മാർ നമ്മുടെ ചാനലിലിട്ട് പല രീതിയിൽ ടെക്നിക്കലി പണി തരാം. ഓക്കെ, അങ്ങനെയും ഈ ഒരു സാധനം വരാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാൻ ഒരു ലക്ഷം പേര് തയ്യാറായിരിക്കുകയാണെങ്കിൽ പോലും യൂട്യൂബ് അവരിലോട്ട് വീഡിയോ എത്തിക്കുന്നില്ല. ഇത് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഈ ഒരു അവസ്ഥ വന്ന സമയത്താണ് ഞാൻ എന്റെ ഫസ്റ്റ് ചാനലിലോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. കാര്യം നമ്മൾ ഇടുന്ന വീഡിയോ ആൾക്കാരിലോട്ട് എത്തുന്നില്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. സോ സെക്കൻഡ് ചാനൽ ഇട്ട സമയത്ത് സെക്കൻഡ് ചാനലിൽ അത്യാവശ്യം വ്യൂവർഷിപ്പ് വന്നു. എന്നാൽ ഇന്നിട്ട വീഡിയോയുടെ അവസ്ഥ ഞാൻ കാണിക്കാം. 24,000 പേര് കണ്ടപ്പോൾ എടുത്ത സ്ക്രീൻഷോട്ടാണ്. അതിനകത്ത് യൂട്യൂബ് റെക്കമെൻഡേഷൻ 24,000 പേർക്ക് കൊടുത്തിട്ടുണ്ട്, 24,800 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ അപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, വെറും 26. യൂഷ്വലി ആണ്ട് 15,000-നും 26,000-നും ഇടയ്ക്ക് പോകേണ്ട സാധനത്തിന് 26 അപ്പ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത്. സെക്കൻഡ് ചാനലിലും ഫസ്റ്റ് ചാനലിലും വന്ന സെയിം അവസ്ഥ വന്നു. അതും ബിഗ് ബോസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത്. അതിന് തൊട്ട് മുമ്പ് ശ്വേതാമേനോന്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒന്നും ഒരു കുഴപ്പമില്ല. ബിഗ് ബോസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്താണ് ഈ ഒരു സാധനം വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ PR ടീമുകൾ നമ്മൾ ആളുകളെ നല്ല രീതിയിൽ പറയാറുണ്ട്, നല്ല രീതിയിൽ വലിച്ചു കീറാറുണ്ട്. ആ രീതിയിലാണ് എന്റെ വീഡിയോ റോസ്റ്റിംഗ്. ആരെയും സൂചിപ്പിച്ചോ അല്ലെങ്കിൽ ഒരാളുടെ PR വർക്ക് എടുത്ത് അങ്ങനെ നമ്മൾ ആരെയും ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്ത് സുഖിപ്പിച്ച് സംസാരിക്കുന്ന പരിപാടി ഇല്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ബാധിക്കും. സോ അതുകൊണ്ട് ഈ രണ്ട് ചാനലിനും ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് എന്ന് മനസ്സിലായത്. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാലും വന്നില്ലെങ്കിലും ലൈഫ് ഓഫ് അനന്തു ബിഗ് ബോസ് റിവ്യൂ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അങ്ങനെ എൻ്റെ ചാനലിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ സെർച്ചിന്റെ എണ്ണം കൂടുമ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡേഷൻ കൊടുക്കും. മനസ്സിലായ? സെർച്ചിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് റെക്കമെൻഡേഷനും ഓട്ടോമാറ്റിക്കലി ഇത് റിക്കവർ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇവന്മാര് വേറെ രീതിയിൽ മാസ് റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിലൊക്കെ പണിത് കഴിഞ്ഞാലും അത് വലുതായിട്ട് ഏക്കത്തില്ല. പിടികിട്ടിയ? നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകളുടെ അടുത്താണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാലും വന്നില്ലെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണിയാകുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസിന്റെ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് മുകളിൽ സെർച്ച് ചെയ്ത് എന്റെ ചാനലിൽ പോയിട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊരു ട്രൈ ആണ്, ഒരു എക്സ്പെരിമെന്റ് നടത്തി നോക്കുകയാണ്, അല്ലാതെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നാളെ തൊട്ട് ഈ ഒരു പരിപാടി എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യുക, അതേ പറയാനുള്ളൂ. സോ എല്ലാവരുടെയും ഭാഗത്തുനിന്നുള്ള സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. സോ നാളെ തൊട്ട് 3-4 ദിവസത്തേക്ക് അങ്ങനെ ഒന്ന് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ നമുക്ക് നോക്കാമല്ലോ. എനിക്കും വലിയ ധാരണയില്ല ഇത് മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും വലിയ ധാരണയില്ല. ഇതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് കണക്കാക്കി കൂടെ നിൽക്കുക, അത്രേ പറയാനുള്ളൂ ഗൈസ്. വേറെ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.